പ്രസന്റ് ചെയ്തോ കേട്ടോ. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് മുറിവ് കഴുകാനുള്ളത്. പിന്നെ ഇത് ഫിസേഴ്സ്, നീഡില്, ഇത് പെയിന് പുരട്ടുന്ന ഒരു ഓയിൽമെന്റ് ആണ്. പിന്നെ ഇത് മുറിവുണ്ടായാൽ ഇടുന്ന ഒരു പൊടിയാണ് ഈ ബെറ്റാഡിയന്റെ. ഇത് ഒലിവ് ഓയില്. പിന്നെ ഇത് കുഞ്ഞിന് വയറുവേദനയൊക്കെ ഉള്ളപ്പം കൊടുക്കുന്ന ഒരു മരുന്നാണ്. പിന്നെ കോട്ടൺ, ഇത് പാരസെറ്റാമോളിന്റെ സിറപ്പ്, ഇത് വിക്സിന്റെ ബേബി റബ്ബർ, ഇത് ബാം, ടൈഗർ ബാമാണ്. പിന്നെ സ്പൂണ്, പിന്നെയുള്ളത് ഒരു ചുമക്കുള്ള ഒരു സിറപ്പാണ് കുഞ്ഞിന്റെ. ഓക്കെ എടാ, നന്നായിരുന്നു. ORSന്റെ പാക്കറ്റും സ്ലാഷും ഇല്ല? ഇല്ല മിസ്, ORS കിട്ടിയില്ല, ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. ഓക്കെ, അഞ്ജലിയാണ് നെക്സ്റ്റ്. ശരി മിസ്. അഞ്ജലി ഓക്കേടാ, കാണാം. ഞാന് ചെറിയ രീതിക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ മക്കൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന മരുന്ന് വെച്ചിട്ട് ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. ഒന്നാമത്തെ കലാമിൻ ലോഷൻ. മോനെ ഇടയ്ക്കിടയ്ക്ക് അലർജിയുടെ പ്രശ്നം. ക്യാമറ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ അഞ്ജലിയുടെ? ഇല്ല മിസ്, കാണുന്നില്ല. ഓണാണോ? ക്യാമറ ഓണാണ്. ഇപ്പൊ ഓണാണ്. കാണാം. ഓക്കെ. ഒന്ന് കലാമിൻ ലോഷൻ, പിന്നെ നൈസൽ ഡ്രോപ്സ്, ടൈബോൺ, പിന്നെ വിക്സ്, ഗ്യാസിന്റെ ടാബ്ലറ്റ്, പിന്നെ ചെവി വേദനയ്ക്ക് യൂസ് ചെയ്യുന്നത്, മുറിയിൽ ഉപയോഗിക്കുന്ന പൗഡർ, വേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഓയിൻമെന്റ്. കാണാമോ മിസ്സേ? എനിക്ക് മിസ്സിനെ കാണാല്ലോ, അത് ചോദിച്ചു. പിന്നെ ഒരു മുറിയിൽ ഇടുന്ന ഒരു ഓയിൻമെന്റ്. ഇത്രയുള്ളൂ മിസ്സേ. ഓക്കേടാ, ഇനി ഫസ്റ്റ് എയ്ഡിലേക്ക് ഇനി കിട്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ ആഡ് ചെയ്യണം കേട്ടോ. റോഷ്ന ഞാൻ പിൻ ചെയ്യാം കേട്ടോ. കാണാം. ഇത് പഞ്ഞി നമ്മൾ മുറിവിനൊക്കെ. പിന്നെ ഇത് മുറിവെണ്ണ, ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാ കാലുവേദനക്കൊക്കെ മുറിവെണ്ണ. പിന്നെ ഇത് സ്പ്രേ കാലുവേദനയ്ക്ക് അടിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ മോണയൊക്കെ പഴുക്കുമ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നതായിരുന്നു പല്ലുവേദനയ്ക്കുള്ള. പിന്നെ ഇത് ബാൻഡേജ്, ഇത് പിന്നെ ദേഹമൊക്കെ ചൊറിച്ചിലിന് തേക്കുന്നത്. പിന്നെ ഇത് വാസിലിൻ, ഇത് യൂക്കാലിയുടെ ഇത്, പിന്നെ ടൈഗർ ബാം, പിന്നെ നെബുലൈസർ, അതിനകത്ത് ആവി അടിക്കുന്ന NS, പിന്നെ മരുന്നുണ്ട്. പിന്നെ നൈസിൽ പൗഡർ, ചൂടിനൊക്കെ ഇത് ചൂടൊക്കെ ആകുമ്പോൾ ഈ വെതറിന് വേണ്ടി പറ്റുന്നു. പിന്നെ ഡെറ്റോളിൻ്റെ ഹാൻഡ് വാഷ്. ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കുറെ ഉണ്ടായിരുന്നു, അതെല്ലാം തീർന്നു. ഇനി കറക്റ്റ് ചെയ്യാം. റോഷ്ന, അപ്പൊ ഇത്രയും പേര് ഫസ്റ്റ് എയ്ഡ്. റമീത. ഹലോ മാം. ഹലോ മാം. എൻ്റെ അടുത്ത് ഈ കാലുവേദനയ്ക്കൊക്കെ കിട്ടാനുള്ള അത്, പിന്നെ വിക്സ്, പിന്നെ ചുമക്കുള്ള മരുന്ന്, പിന്നെ കുട്ടികൾക്ക് പനി വന്നാൽ കൊടുക്കുന്ന മരുന്ന്,
പിന്നെ കത്രിക. ഇത്രയും ഉള്ളു. ഓക്കെ, ഇനി ആഡ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് എയ്ഡിലേക്ക്. ശരി. ആന്റിസെപ്റ്റിക് ക്രീം ഒക്കെ ആഡ് ചെയ്യാം, ശരി. ഓവാരക്സ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോ അതില് ബ്ലീഡിങ് വരെയും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് സ്നേക്ക് ബീറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മളില് കാണുന്ന ഭൂരിഭാഗം സ്നേക്കും പോയിസണസ് അല്ല, നോൺ പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് ആണ്, വിഷമില്ലാത്ത പാമ്പുകളാണ്. പക്ഷേ നമുക്ക് പാമ്പ് കടി ഏറ്റവും കേൾക്കുമ്പോ തന്നെ നമുക്ക് പേടിയാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. അപ്പോ ഞാൻ ഒരു ചെറുപ്പത്തിലൊരു ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു, തമാശയില്ല എന്നാലും ജസ്റ്റ് പത്രത്തിൽ കണ്ടൊരു ന്യൂസാണ്. പാമ്പ് കടി ഏറ്റ ആള് നെഞ്ചുവേദന വന്ന് മരിച്ചു എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു പാമ്പ് കടി ഏറ്റ ആള് വിഷം ശരീരത്തിൽ കയറി വേണ്ട മരിക്കാൻ, എന്തുകൊണ്ട് നെഞ്ചുവേദന വന്ന് മരിച്ചു എന്ന്. ആൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളായിരുന്നു. സാധാരണ നോൺ പോയിസണസ് ആയിട്ടുള്ള നോൺ പോയിസണസ് ആയിട്ടുള്ള സ്നേക്കാണ് ബീറ്റ് ചെയ്തത്. ആള് പാമ്പ് കടിയേക്കണേയും കണ്ടു, പാമ്പ് എഴുതി പോകുന്നതും കണ്ടു. ഏത് പാമ്പാന്ന് കണ്ടില്ല. പെട്ടെന്ന് ആൾക്ക് ഹാർട്ട് അറ്റാക്ക്, നെഞ്ചുവേദന വന്നു. ആൾക്കാർ നോക്കുമ്പോൾ പാമ്പ് കടിയേക്കുമെന്ന് പറഞ്ഞത് ആളെയും കൊണ്ട് എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ആൾക്ക് ഹാർട്ട് അറ്റാക്കാണ് വന്നത്. ഫസ്റ്റ് കൊടുത്ത ട്രീറ്റ്മെന്റ് മാറിപ്പോയി. സ്നേക്കിന്റെ ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുത്തത്. കയ്യിൽ നമ്മൾ നല്ല രീതിയിൽ കെട്ടിയൊക്കെ വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും ആൾക്ക് എന്ത് പറ്റി, മരണം സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കാണുന്ന പാമ്പുകളില് പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് ആണോ നോൺ പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് ആണോ നമ്മൾ ബീറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പോയിസണസ് സ്നേക്കിന്റെ ബീറ്റും നോൺ പോയിസണസ് സ്നേക്കിന്റെ ബീറ്റും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നോക്കി, ഇതാണ് നോൺ വെനമസ് സ്നേക്ക്. വെനമസ് സ്നേക്കിന്റെ ബീറ്റ് ആണ്. ഒത്തിരി പല്ലുകൾ ഉണ്ടാവും, ഒത്തിരി പല്ലുകൾ വന്നിട്ടുണ്ടാവും നോൺ വെനമസിന്റെ സ്നേക്കിന്റെ ബീറ്റിന്. വെനമസ് സ്നേക്കിന്റെ ആണെങ്കിൽ ഈ രണ്ട് പല്ലുണ്ടോ, ഫസ്റ്റത്തെ രണ്ട് ദംശകൾ ഭയങ്കരമായിട്ട് അമർന്നിട്ടുണ്ടാവും. ആദ്യത്തെ രണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വെനമസ് സ്നേക്ക്, ഇത് നോൺ വെനമസ് സ്നേക്ക് ആണ്. നോൺ വെനമസ് സ്നേക്കിന് ഒരുപാട് എന്തുണ്ടാവും, പല്ലുകളുടെ ഇതുണ്ടാവും. വെനമസിനാണെങ്കിൽ രണ്ടെണ്ണം, രണ്ട് ദംശകളുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, വെനമസും നോൺ വെനമസും തമ്മിൽ. ഓക്കെ, ഇതാണ് വെനമസ് സ്നേക്കിന്റെ ബീറ്റ്, ഇത് നോൺ വെനമസ് സ്നേക്കിന്റെ ബീറ്റ് ആണ്. ഓക്കെ ആണോ? നിങ്ങൾ ഇതേപോലൊരു പാമ്പ് കടി പാമ്പിന്റെ ബീറ്റ് കണ്ട എനിക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ലേ? വെനമസ് സ്നേക്ക് ആണോ നോൺ വെനമസ് സ്നേക്ക് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? നമ്മൾ പേടിക്കണ്ട. ശരിക്കും പറഞ്ഞ സ്നേക്ക് ബീറ്റ് ചെയ്യുന്ന പാമ്പ് കടി ഏറ്റവും കേൾക്കുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് ഷോക്കാണ് ആവാറ് അല്ലെ? നമുക്കൊരു പേടി മനസ്സിലേക്ക് വരും. പക്ഷെ നമ്മൾ ആ കറക്റ്റ് സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. എത്രയും പെട്ടെന്ന് വെനമുള്ള ഹോസ്പിറ്റലിലേക്ക്, ആന്റി വെനമുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് പേഷ്യന്റിന് എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അതിന് വേണ്ട പ്രിക്കോഷൻസ് നോക്കണ്ടേ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് വെച്ചാല് ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ അടുത്തായാലും അല്ലെങ്കിൽ എന്റെ വീടിന്റെ അടുത്തായാലും അടുത്തുള്ള ഏതൊക്കെ ഹോസ്പിറ്റലില് ഈ വെനത്തിനുള്ള ആന്റി വെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണെന്ന് ഞാൻ നോക്കി വെക്കാറുണ്ട്. ജസ്റ്റ് ഒരു ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ നോക്കി വെക്കുകയാണ്. എങ്ങാനും നമ്മളുടെ ബഡ്ജറ്റിൽ ആർക്കെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഞാൻ നോക്കിയപ്പോ ഞങ്ങളുടെ അടുത്ത് നോർത്ത് പറവൂര് താലൂക്ക് ഹോസ്പിറ്റലില് എന്തിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, ആന്റി വെനത്തിനുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ള ഹോസ്പിറ്റലുകൾ ഞാൻ നോക്കി വെക്കാറുണ്ട്. ആന്റി വെനത്തിനുള്ള ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവണമെന്നില്ല, ചില ഹോസ്പിറ്റലിൽ മാത്രമേ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അത് എവിടെയാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ ആയാലും നമ്മളുടെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഏറ്റവും അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഏത് ഹോസ്പിറ്റലാണ് ആന്റി വെനത്തിനുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് നോക്കി വെക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, നമ്മൾ ഓരോ ടീച്ചേഴ്സിനും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ആ സ്നേക്ക് ഐഡന്റിഫൈ ചെയ്യുക, ഏത് ടൈപ്പ് ഓഫ് സ്നേക്ക് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ബീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വെനമസ് ആണെന്ന് മനസ്സിലായി. സോ വിഷമുള്ള പാമ്പാണെന്ന് മനസ്സിലായി.
സോ നമ്മൾ എന്ത് ചെയ്യും, പാമ്പ് കടി ഏറ്റതിന് മുകളിലും താഴെയായിട്ട് നല്ല രീതിയിൽ ബാൻഡേജ് കെട്ടി വെക്കും. ഓക്കെ, നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ബാൻഡേജ് കെട്ടി വെക്കും. വെനമസ് സ്നേക്ക് ആണെങ്കിൽ, വിഷം ഉള്ള പാമ്പാണ് കടിച്ചെങ്കിൽ മാത്രം നല്ല രീതിയിൽ എന്ത് ചെയ്യും, ടൈറ്റ് ആയിട്ട് ഇത് നല്ല ടൈറ്റ് ആയിട്ട് ബാൻഡേജ് രക്തോട്ടം മുകളിലോട്ട് പോകാതിരിക്കാൻ, ഈ പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് സർക്കുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ മുറുക്കി കെട്ടിയിട്ട് ആ പേഷ്യന്റിന് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നടത്തുകയോ അല്ലെങ്കിൽ ആയാസമുള്ള കാലമേഴ പാമ്പ് കടി കിട്ടിയില്ല നടത്തിക്കൊണ്ട് ചെല്ലാനൊന്നും പാടില്ല, എന്നാലും കടത്തിക്കൊണ്ട് പോകാനും പാടില്ല. ഓക്കെ, എന്ന് വെച്ചാല് ഒത്തിരി ആയാസമുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മള് സ്ലീപ്പിംഗ് പൊസിഷനിലാണെങ്കിൽ പെട്ടെന്ന് ബ്ലഡിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പൊ നമ്മള് വിഷമുള്ള പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് പെട്ടെന്നായിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിക്കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ ബൈക്കിന് കൊണ്ടുപോകാണെങ്കിലും കുഴപ്പമില്ല, അല്ലാണ്ട് ആംബുലൻസിൽ നമ്മളിങ്ങനെ കടത്തിയൊന്നും കൊണ്ടുപോകാൻ പാടില്ല. പാമ്പ് കടിയിട്ട ആള് ഇരുത്തിക്കൊണ്ട് പോകുന്നത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ അനുവദിക്കരുത്. പാമ്പ് കടിയേറ്റ ആളെ നമ്മൾ ഒരു കാരണവശാലും ഉറങ്ങാനായിട്ട് അനുവദിക്കരുത്. അപ്പൊ ഞാൻ ഉറങ്ങാൻ അനുവദിക്കരുതെന്ന് ആലോചിച്ചപ്പോ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കവളത്ത് നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആളെ ഉറങ്ങാതിരിക്കും. കോൺഷ്യസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് അൺകോൺഷ്യസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ കവളത്ത് മുഖത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്താൽ മതി. അങ്ങനെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറക്കം പെട്ടെന്ന് വരില്ല. ശരിക്കും പറഞ്ഞാൽ അവര് അൺകോൺഷ്യസ് ആവാനുള്ള ചാൻസ് കൂടുതല. അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവരെ ഉറങ്ങാൻ അനുവദിക്കരുത് എന്ന് പറയുന്നത്. സോ നമ്മൾ ജസ്റ്റ് അവരെ കവളത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരെങ്ങനെയാവും, ഉറങ്ങില്ല. നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ആന്റിബയോട്ടിക്കിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യാണെങ്കിൽ നമുക്ക് പേഷ്യന്റിനെ പെട്ടെന്ന് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ നോൺ പോയിസണസ് സ്നേക്ക് ആയാലും 1 മിനിറ്റ് കേട്ടോ. ഇത് നോൺ പോയിസണസ് സ്നേക്ക് ആയാലും പോയിസണസ് സ്നേക്ക് ആയാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാം. ഇനി ഒത്തിരി ഇതില് കുറച്ചും കൂടി നോളജ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഇൻജേർഡ് ആയിട്ടുള്ള പാർട്ടിൽ നിന്നുള്ള ബ്ലഡ് ചിലവർ പറയാറുണ്ട് അങ്ങനെ നല്ല ഷാർപ്പ് ആയിട്ടുള്ള നൈഫ് വെച്ചിട്ട് അത് മുറിച്ച് അതിലെ ബ്ലഡ് ഫ്ലോ ചെയ്യാനായിട്ട് അലോ ചെയ്യണം എന്നൊക്കെ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ചിലപ്പോ ഈ ബീറ്റ് കണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. ഈ 2 ബീറ്റും കണ്ട് നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സിറ്റുവേഷൻ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് ഇത് ബീറ്റ് കണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിയാത്ത ആൾക്കാരെ ഇപ്പൊ പാമ്പ് കടി ഏറ്റവും പറഞ്ഞിട്ട് ആ ബ്ലഡ് എന്ത് ചെയ്യും, ഇങ്ങനെ ഫ്ലോ ചെയ്യിപ്പിക്കാൻ വിചാരിക്കും. അവിടെ മുറിച്ച് അതിന്റെ ബ്ലഡ് മൊത്തം ഫ്ലോ ചെയ്യിപ്പിക്കാൻ പുറത്തേക്ക് ഒഴുക്കുകയാണെങ്കിൽ ഈ സ്നേക്ക് പോയിസണസ് സ്നേക്ക് അല്ല, നോൺ പോയിസണസ് സ്നേക്ക് ആണ്, വിഷമില്ലാത്ത പാമ്പാണ്. ആളുടെ ബോഡിയിൽ നിന്ന് അത്രയും ബ്ലഡ് നഷ്ടപ്പെട്ടു പോവാണ്. അങ്ങനെ ആൾക്ക് മറ്റു കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നോക്കണം പോയിസണസ് സ്നേക്ക് ആണോ നോൺ പോയിസണസ് സ്നേക്ക് ആണോ നമുക്ക് പാമ്പ് കടിയിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട ട്രീറ്റ്മെന്റ്, അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ബീറ്റ് കണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം ഏത് ടൈപ്പ് ഓഫ് സ്നേക്ക് ആണ് നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, ഇതിന് മുമ്പ് ആരെങ്കിലും പാമ്പ് കടി ഏറ്റിട്ടുണ്ടോ, പാമ്പ് കടിച്ചിട്ടുണ്ടോ? ഇല്ല. വേറെ ആരെയും കടിച്ചിട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. സ്നേക്ക് ബീറ്റിംഗ് ആണ്. മോസ്റ്റ് ഓഫ് ദ സ്നേക്ക് ആർ നോട്ട് പോയിസൺസ്. നമ്മൾ കാണുന്നത് ഭൂരിഭാഗം സ്നേക്കും എന്തല്ല, പോയിസണസ് അല്ല. ബട്ട് ഈവൻ ദർ ബീറ്റ് ബ്രിങ് അബൌട്ട് തിങ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഷോപ്പ്. നമ്മുടെ ഷോപ്പിലേക്ക് തള്ളിവിടാനായിട്ട് കാരണമാകും. സോ ഇറ്റ് ഇസ് വെരി റിക്വയർഡ് ടു അപ്ലൈ ഫസ്റ്റ് എയ്ഡ്. നമ്മൾ സോ അതുകൊണ്ട് നമുക്ക് അറിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് ആണ് സ്നേക്ക് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ കൊടുക്കേണ്ടത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാൻഡേജ് ഷുഡ് ബി യൂസ്ഡ് ടൈറ്റ്ലി എബോ ആൻഡ് ബിലോ ദ ഇഞ്ചുറി. നമ്മൾ ബാൻഡേജ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ബാൻഡേജ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ പാമ്പ് കടിയേറ്റത് ഇപ്പൊ ഇവിടെയാണെന്ന് വിചാരിക്കും, ഇവിടെയാണ് പാമ്പ് കടിയേറ്റത്. സോ ഇവിടെയും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടാം, ഇവിടെയും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ബാൻഡേജ് എന്ത് ചെയ്യാൻ കെട്ടാം. ഇപ്പൊ കാലിനൊക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ പാമ്പ് കടിയേറ്റതിന്റെ മുകളിലായിട്ട് നല്ല രീതിയിൽ ബാൻഡേജ് കെട്ടാം. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് മുകളില്, പാമ്പ് കടിയേറ്റതിന്റെ തൊട്ട് മുകളില് എങ്ങനെയാണ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ബാൻഡേജ് കെട്ടാം. താഴത്തേക്ക് നല്ല രീതിയിൽ
ടൈറ്റ് ആയിട്ട് ബാൻഡേജ് കെട്ടാം. അത് നെക്സ്റ്റ് പോയിന്റ് ഞാൻ പ്രിഫർ ചെയ്യില്ല എന്നാ പറഞ്ഞത് ഫസ്റ്റ് എയ്ഡിലെ കേസിൽ. The injury must be enlarged with a clean and sharp edged knife. This helps the poisonous blood to flow out. ഇവർ പറയുന്നത് നല്ല ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജ് ഉള്ള കത്തി വെച്ച് ആ ഇഞ്ചുറി ഒന്ന് മുറിച്ച് അതിലെ ബ്ലഡ് എന്ത് ചെയ്യാനായിട്ട് പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യണം എന്നാ പറയുന്നത്. ഇപ്പൊ നമുക്കത് പോയിസണസ് സ്റ്റേക്ക് ആണോ നോൺ പോയിസണസ് സ്റ്റേക്ക് ആണോ അറിയാതെ ഞാനിപ്പോ ആ ഇഞ്ചുറി ഉള്ള ഭാഗത്ത് കയറി ആ ബ്ലഡ് ഫ്ലോ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പാമ്പ് ഏതാണ് പോയിസണസ് നോൺ പോയിസണസ് സ്നേക്ക് ആണെന്ന് വിചാരിക്കും, വെറുതെ അയാളുടെ ബോഡിയിൽ അത്രയും ബ്ലഡ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മള് അവന്റെ കൂടെ ആ ഒരു സ്റ്റേജിലേക്ക് പോകണ്ട, ആ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ നല്ല രീതിയിൽ ബാൻഡേജ് കെട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് നോക്കാം. നമ്മൾ ആ പോകുന്ന ആ ടൈമിൽ ഒരു കാരണവശാലും പേഷ്യന്റിന് എന്ത് ചെയ്യാൻ പാടില്ല, ഉറങ്ങാനായിട്ട് അനുവദിക്കാതിരിക്കാം, ഉറങ്ങാനായിട്ട് അലൗ ചെയ്യാതിരിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്നേക്ക് ബീറ്റിംഗിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഏത് ടൈപ്പാണ് സ്നേക്ക് നമ്മൾ ബീറ്റ് ചെയ്തത്, പോയിസണസ് സ്നേക്ക് ആണോ നോൺ പോയിസണസ് സ്നേക്ക് ആണോ എന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. പോയിസണസ് സ്നേക്ക് ആണെങ്കിലും നോൺ പോയിസണസ് സ്നേക്ക് ആണെങ്കിലും നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് നമ്മൾ എന്ത് ചെയ്യാം, കൊടുക്കുക. കാരണം ടൈറ്റ് ആയിട്ട് എബോവും ബിലോവും നല്ല രീതിയിൽ മുറുക്കി കെട്ടാം. ആ പേഷ്യന്റിനെ ഉറങ്ങാൻ അനുവദിക്കാതെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. മാക്സിമം ഇത്രയും പെട്ടെന്ന് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ എത്തിക്കാനായിട്ട് നോക്കാം. അടുത്താണ് ഡ്രോണിങ്. നമ്മള് ചിലപ്പോ കേട്ടിട്ടൊക്കെ ഉണ്ടാവും, മഴക്കാലത്തൊക്കെ കൂടുതലായിട്ട് നമ്മള് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മുങ്ങിപ്പോവുക. വെച്ചാല് വെള്ളത്തിൽ വീണു, അല്ലെങ്കിൽ എന്താ പറയാ, വെള്ളത്തിൽ വീണു മരണപ്പെട്ടു, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേര് 1.5 വയസ്സുള്ള കുട്ടി ബക്കറ്റിൽ വീണു മരണം സംഭവിച്ചു. കേട്ടിട്ടുണ്ടാവില്ലേ ന്യൂസില്? ഉണ്ട് മിസ്സേ. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ആ ചെറിയ കുട്ടീനെ 1.5 വയസ്സുള്ള കുട്ടി വെള്ളത്തിൽ വീണ് മരണം സംഭവിക്കും പറയുമ്പോൾ ചിലപ്പോ ആ കുട്ടീനെ എടുക്കുന്ന സമയത്ത്, അമ്മ കാണുന്ന സമയത്ത് ചിലപ്പോ ആ കുട്ടിക്ക് ജീവൻ ഉണ്ടാവും, പിന്നെ ആയിരിക്കും മരണം സംഭവിച്ചത്. കറക്റ്റ് ആയിട്ട് ആ സിറ്റുവേഷനിൽ അമ്മമാർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അറിയാമായിരുന്നില്ല ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് ഒരാൾ മുങ്ങി പോയി കഴിഞ്ഞാൽ കൊടുക്കണ്ടേ എന്ന് നമ്മൾക്ക് നോക്കാം. നമുക്ക് ഈ മുങ്ങി പോകുന്ന ആളെ 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഞാൻ എന്റെ രീതിയിൽ പറയുന്നതാണ്, 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ ഒരാൾ വെള്ളത്തിൽ വീണു, കരയിലേക്ക് എടുത്തപ്പോ ആൾക്ക് എന്തുണ്ട്, കോൺഷ്യസ് ആണ്, ആൾക്ക് ബോധമുണ്ട്. സോ ആളെ നമ്മൾ കമത്തി ഇരുത്തിയിട്ട് നല്ല രീതിയിൽ ബാക്കില് പുഷ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ അരക്കെട്ടിൽ പുഷ് ചെയ്തിട്ട് വയറ്റിലുള്ള വെള്ളം കളയാനായിട്ട് നോക്കാം. വെച്ചാല് നമ്മൾ കണ്ടിട്ടുണ്ടാവും, വെള്ളത്തിൽ നിങ്ങൾ എടുത്തിട്ട് ആളെ കൊണ്ടുവന്ന് കടത്തിയിട്ട് വയറ്റിൽ ഞെക്കി ഞെക്കി വെള്ളം കളയുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് അല്ല. വയറ്റിൽ ഞെക്കി വെള്ളം പുറത്തേക്ക് കളയാന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് അല്ല. കാരണം നമ്മള് സാധാരണ വയറ്റിൽ നമ്മൾ വെള്ളത്തിൽ പോയി വിചാരിക്കും, വായയിലേക്ക് വിടാം, വയറ്റിലേക്കാണ് വെള്ളം പോയിരിക്കുന്നത്, വേറെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മള് വയറ്റിൽ പ്രസ് ചെയ്ത് വെള്ളം കളയാൻ നോക്കുമ്പോൾ അത് ബോധമൊന്നുമില്ല. അപ്പൊ അത് തിരിച്ചു വരുമ്പോൾ കെട്ടാനും അതിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും സജിത മ്യൂട്ട് ആവോടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ആളുടെ വയറ്റിൽ ഞെക്കി വെള്ളം കളയാൻ നോക്കിയത്. നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ എന്താ ചെയ്യാറ്, അവർക്ക് ഗ്യാസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കമത്തിയിട്ടിട്ടാണ് അടിക്കുക. എന്ത് കറക്റ്റ് ആയിട്ട് ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ കറക്റ്റ് ആവാൻ വേണ്ടി. അതേപോലെ തന്നെയാ കുട്ടി ആളിപ്പോ ഇതാണ് വെയിറ്റിംഗിൽ ഇവിടെ ബാക്കിൽ പുറത്തിങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി, അടിച്ചു കൊടുത്താൽ മതി. അത് വെള്ളം ഓട്ടോമാറ്റിക്കലി അങ്ങനെ പൊക്കോളും. ഇരുത്തിയിട്ടാ, കടത്തിയിട്ടല്ല, ഇരുത്തിയിട്ട് ശരിച്ചിരുത്തിയിട്ട്. അപ്പൊ ആൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ അത് കഴിയുമ്പോൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കുറച്ച് വാമായിട്ടുള്ള ചൂടുവെള്ളം കൊടുക്കുക. കുറച്ച് വാമായിട്ടുള്ള ടവൽ പെട്ടെന്ന് ഷിവർ ചെയ്യും. കാരണം വെള്ളത്തിന്റെ അടിയിൽ പോയിരിക്കുന്നതാണ്. തലയിലേക്ക് എടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് വിറവല സംഭവിക്കാനും ഫിക്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് തണവാണല്ലോ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ചൂടുള്ള കമ്പിളിയോ അല്ലെങ്കിൽ ടവലോ കൊടുക്കുക. ഹോട്ട് വാട്ടർ കുടിക്കാൻ കൊടുക്കുക. ഹോട്ട് വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ഒന്ന് പിടിക്കാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബോഡി ടെമ്പറേച്ചർ സാധാരണ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കേസാണ്. രണ്ടാമത്തെ ആള് നമ്മൾ കരക്കെടുത്തപ്പോ ആൾക്ക് ബോധമില്ല, കോൺഷ്യസ് അല്ലാന്ന് മനസ്സിലായി. അപ്പൊ നമ്മള് എന്ത് നോക്കി, ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കി, ശ്വസിക്കുന്നുണ്ടോ നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി ആള് ശ്വസിക്കുന്നില്ല. പൾസ് നോക്കിയപ്പോ പൾസ് ഉണ്ട് കേട്ടോ, പൾസ് നോക്കിയപ്പോ പൾസ് ഉണ്ട്. സോ ബ്രീത്ത് ചെയ്യണമെന്ന് മനസ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൃത്രിമ ശ്വാസം കൊടുക്കും. മൂക്ക് പൊത്തി പിടിച്ച് മുകളിലോട്ട് വായിങ്ങനെ വെച്ചിട്ട് കൃത്രിമ ശ്വാസം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കും. ദെൻ ആള് കോൺഷ്യസ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ
ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ആളെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ബാക്കിൽ പുഷ് ചെയ്ത് വെള്ളം കളയുകയും ആ ഡ്രസ്സ് ഒന്ന് ലൂസ് ആക്കുകയും നല്ല വാമായിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുക അല്ലെങ്കിൽ ടവൽ കൊടുക്കുകയും ചൂടുവെള്ളം കൊടുക്കുകയും ചെയ്യും. ഇനി നമ്മൾ മൂന്നാമത്തെ കേസാണ് പറയുന്നത്. നമ്മൾ ആളെ വെള്ളത്തിനെടുത്തപ്പോ ആൾക്ക് ശ്വസിക്കുന്നില്ല, ഹാർട്ട് ബീറ്റും ഇല്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് CPR ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ CPR നെ കുറിച്ച്? ഇല്ല മിസ്സേ. പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യം പറഞ്ഞു. ഓക്കെ. CPR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ ആണ്. നമ്മൾ പെട്ടെന്ന് ഹൃദയസ്തംഭനം നടക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് ആണ് ഇത് CPR എന്ന് പറയുന്നത്. ആൾക്ക് എന്തില്ല, ബ്രീത്ത് ചെയ്യുന്നില്ല, പൾസ് നമുക്ക് പൾസ് 2-3 രീതിയിൽ നോക്കാം. കൈത്തണ്ടയിൽ നോക്കാൻ പറ്റും, ഇവിടെ നോക്കാനായിട്ട് പറ്റും, ഇവിടെ നോക്കാൻ പറ്റും, കാലിലൊക്കെ നോക്കാനായിട്ട് പറ്റും. നോക്കുമ്പോൾ നമുക്ക് പൾസ് ഇല്ലാന്ന് മനസ്സിലായത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ത് CPR. സോ CPR എത്രയും പെട്ടെന്ന് CPR കൊടുക്കാനും ആള് CPR ചിലപ്പോ ഒരു 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചിലപ്പോൾ CPR കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ CPR കൊടുക്കുകയും ആളെ കോൺഷ്യസ് ആക്കുകയും വേണ്ടവരും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റേജസ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഇപ്പൊ ഒരാൾ വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, ആൾ കരയിലേക്ക് എടുത്ത് ആൾ കോൺഷ്യസ് ആയി കഴിഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ ആളവിടെ ഉപേക്ഷിക്കല്ല വേണ്ടത്. ആൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം ഈ നമ്മള് കരക്കെടുത്ത ആളുടെ ലങ്സിൽ ചിലപ്പോൾ വെള്ളം കിട്ടിയിട്ടുണ്ടാവും വെള്ളത്തിൽ പോയ സമയത്തോ, അല്ലെങ്കിൽ കരക്കെടുത്ത് കഴിഞ്ഞ് കൊടുത്ത ഫസ്റ്റ് എയ്ഡിന്റെ ഭാഗമായിട്ടോ കുറച്ച് വെള്ളമൊക്കെ ലങ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ നോക്കുക, ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ആ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമാണ് ഫസ്റ്റ് എയ്ഡ്. ബാക്കിയുള്ള മെഡിക്കൽ എയ്ഡ്, പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ വെള്ളത്തില് ബക്കറ്റിൽ വീണു മരണം സംഭവിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മള് അവർക്ക് കൊടുക്കേണ്ട CPR വേറെ രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് കുട്ടീനെ വെള്ളത്തിന് കിട്ടുമ്പോ കോൺഷ്യസ് അല്ല, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇല്ല, പൾസ് ഇല്ല എന്ന് ശ്വസിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കും. കുട്ടികൾക്കായിട്ട് CPR എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാൽ മതി, കിട്ടും. അപ്പൊ ഞാൻ ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ഒരു ആക്ടിവിറ്റി തരാണ്. നിങ്ങൾക്ക് ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത് എന്ന് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വരും. എന്താണ് CPR, അതെങ്ങനെ കൊടുക്കും, മുതിർന്നവരിൽ എങ്ങനെ കൊടുക്കും, അതേപോലെ തന്നെ ചെറിയ കുട്ടികളിൽ എങ്ങനെ CPR കൊടുക്കും, അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വരും. ഓൺ വേർഡ്സ് നിങ്ങൾക്ക് മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുക ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്റെ നോട്ട്ബുക്കിൽ തന്നെ ഒരു ആക്ടിവിറ്റി എന്ന രൂപത്തിൽ ചെയ്താൽ മതി. CPR അല്ലെങ്കിൽ CPR എങ്ങനെ കൊടുക്കും. ഞങ്ങള് ഇപ്പൊ ഒരു ആക്ടിവിറ്റി ബുക്ക് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വേറെ മിസ്സൊക്കെ പറഞ്ഞിട്ട്. അതിൽ എഴുതിയാലും മതിയോ? അസൈൻമെന്റ് ബുക്കാണോ മിസ്? അല്ല, അസൈൻമെന്റ് ബുക്കായിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ആക്ടിവിറ്റി ബുക്കായിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ ആക്ടിവിറ്റി ബുക്കിൽ ചെയ്താൽ മതി. അസൈൻമെന്റ് ബുക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അല്ലെ? ആക്ടിവിറ്റി ബുക്കിൽ ചെയ്താൽ മതി. എന്താണ് CPR, അതേപോലെ CPR എങ്ങനെയാണ് മുതിർന്നവരിൽ കൊടുക്കുന്നതും എങ്ങനെയാണ് ചെറിയ കുട്ടികളിൽ CPR കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ മാം. ക്ലാസ്സിൽ ഉള്ളവർക്ക് ക്ലിയർ ആയല്ലോ? CPR എന്താണ്, CPR ആർക്കാണ് കൊടുക്കേണ്ടത്, അത് മുതിർന്നവർക്ക് എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്, അതേപോലെ ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത് എന്ന് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാം. ഇതില്ല മിസ്സേ, ഇതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മിസ് ക്ലാസ് റൂമിൽ ഇടുന്നുണ്ടോ അതോ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതിയോ? ഞാൻ ക്ലാസ് റൂമിൽ ഇടാം, ക്വസ്റ്റ്യൻ ഇടാം കേട്ടോ. ഓക്കെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടിടാവേ. ഓക്കെ മാം. ഓക്കെ. ക്ലാസ് റൂമിൽ ഇട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ചിലപ്പോ വിട്ടുപോകാതിരിക്കാൻ മാക്സിമം നോക്കാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എനിക്ക് സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഉണ്ടോ? ഞങ്ങള് എഴുതാറുണ്ട് ലെക്ചർ നോട്ട്. ഓക്കെ. ആ നോട്ടിന്റെ ഭാഗമായിട്ട് എഴുതിയാലും മതി. ഓക്കെ മാം, എങ്ങനെയാലും ചെയ്തോളാം. അപ്പോ എങ്ങനെയാണ് CPR കൊടുക്കേണ്ടതെന്നുള്ളതും അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് CPR നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. മുതിർന്നവർക്ക് കൊടുക്കുന്ന പോലെ അല്ല കുട്ടികൾക്ക് CPR കൊടുക്കുന്നത്, ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് CPRന്റെ പൊസിഷൻ ഉണ്ട്.
നമ്മളെ മൂക്കിൽ നിന്ന് ഇങ്ങനെ നേരെ വരയ്ക്കുമ്പോഴും നമ്മൾ രണ്ട് നിപ്പ് തമ്മിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു ക്രോസ് കിട്ടും. കറക്റ്റ് ആയിട്ടൊരു ക്രോസ് നമ്മൾ എന്താ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തൊരു ക്രോസ് വരും. ആ ഒരു കറക്റ്റ് പോയിന്റ് ശരിക്കും പറഞ്ഞാൽ 8 സെന്റിമീറ്റർ താഴത്തേക്ക് താഴും. അപ്പൊ അവിടെയാണ് കറക്റ്റ് ആയിട്ട് CPR കൊടുക്കേണ്ടത്. CPR കൊടുക്കുമ്പോൾ നമ്മളുടെ ആംഗിൾ എങ്ങനെയാണ്, CPR കൊടുക്കേണ്ട ആളും ഈ CPR കൊടുക്കുന്ന ആളും തമ്മിലുള്ള ഒരു ആംഗിളിന്റെ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതി കറക്റ്റ് ആയിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കാം. 1-2 പേര് ക്ലാസ് പ്രസന്റ് ചെയ്താൽ മതി. പക്ഷെ എല്ലാവരും എന്ത് ചെയ്തിരിക്കണം, പ്രിപ്പയർ ചെയ്തിരിക്കണം കേട്ടോ CPR-നെ കുറിച്ചിട്ട്. ഓക്കെ, എനിക്ക് അസൈൻ ചെയ്യണോ ഇന്ന ആൾക്കാർ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്? അങ്ങനെ വേണ്ട മിസ്, എല്ലാവരോടും ചെയ്യാൻ പറയുകയാണെങ്കിലല്ലേ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് പ്രസന്റ് ചെയ്യാം. ഇനിയിപ്പൊ എന്തെങ്കിലും നിങ്ങൾ ചെയ്തതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് റെക്ടിഫൈ ചെയ്തോളാം. എല്ലാവരും എന്ത് ചെയ്യാം, മുതിർന്നവർക്ക് എങ്ങനെയാ CPR എന്താണ്, CPR ഏത് സിറ്റുവേഷനിലാണ് കൊടുക്കുന്നത്, മുതിർന്നവർക്ക് എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്, കുട്ടികൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്, ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് കാര്യം. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഇവിടെ നമ്മൾ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് ആണ് പറയുന്നത് നോക്കാം. Proning. In such case, the following steps are to be taken. ഇങ്ങനൊരു സിറ്റുവേഷൻ വരാണ്, നിങ്ങൾ പോവാണെങ്കിൽ നമ്മൾ താഴെ പറയുന്ന ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കണം, സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. The wrong person face should be downward. കുനിച്ച് the feet should be up. നമ്മുടെ മുട്ട് ഇങ്ങനെ തല കുനിച്ച് മുട്ടുകൾ ഉയർത്തി പിടിച്ചിട്ട് വേണം നിർത്താനായിട്ട്. His vest should be pressed with both hands. വെസ്റ്റ് നല്ല രീതിയിൽ പ്രസ് ചെയ്യണം, ബാക്കിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യണം. The person should be dried up with warm towel or hot water bottle. നമ്മൾ വാം ആയിട്ടുള്ള ടവൽ, നല്ല കട്ടിയുള്ള തുണി വെച്ചിട്ട് നമ്മൾ ചൂടാക്കാൻ വാമാക്കാം. ഹോട്ട് വാട്ടർ ബോട്ടിൽ കൊടുക്കാം. ഹോട്ട് വാട്ടർ ഷുഡ് ബി ഗിവൺ. ചൂടുവെള്ളം കൊടുക്കുന്നത് നല്ലതായിരിക്കും. Wet clothes should be removed and they should be loose. നനഞ്ഞ തുണി റിമൂവ് ചെയ്യുന്നതും അത് ലൂസ് ആക്കുന്നതും നല്ലതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരാള് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതൊരാൾ വെള്ളത്തിൽ പോയി നമുക്ക് മനസ്സിലായി. എത്ര നീന്തൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും ഓടി എന്ത് ചെയ്യാൻ പാടില്ല, എന്താ പറയാ, വെള്ളത്തിലേക്ക് ചാടാനായിട്ട് പാടില്ല. വേഗം പോയി വെള്ളത്തിൽ ചാടി ആളെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ നോക്കാനായിട്ട് പാടില്ല. നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയണം, ഒരാൾ വെള്ളത്തിൽ പോയിട്ടുണ്ട്, ഞാൻ അയാളെ രക്ഷപ്പെടുത്താൻ പോവാണ്, നിങ്ങളൊന്ന് ഫയർഫോഴ്സിനെ അല്ലെങ്കിൽ മറ്റു നാട്ടുകാരെ ഒന്ന് വിളിക്കണമെന്ന്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ്. വെള്ളത്തിൽ പോയ ആളെ രക്ഷപ്പെടുത്താൻ പോയപ്പോ ആള് മരണം സംഭവിച്ചു, ആള് മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതൊരു സിനിമയിലോ ആക്ഷൻ ഹീറോ ബിജു അല്ലേ, ആക്ഷൻ ഹീറോ ബിജു എന്നല്ലേ ആ സിനിമയുടെ പേര്, നിവിൻ പോളിയുടെ. അതെ മിസ്. ആ സിനിമയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു നേവി ഓഫീസറിന് വെള്ളത്തിൽ പോയിട്ട് ഏതൊരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാണ്. അപ്പൊ അതില് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയപ്പോ എന്ത് സംഭവിച്ചു, കുട്ടി ഈ നേവി ഓഫീസർ പിന്നെ കാണാതെ. അത് ശരിക്കും പറഞ്ഞാൽ നടന്നൊരു സംഭവമാണ്. അത്രയും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നേവി ഓഫീസറാണ്, വെള്ളത്തിനോട് അല്ലെങ്കിൽ കടലില് അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് അത്രയും ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണ് എന്ത് ചെയ്തത്, ഇതിനു വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയത്. വിത്തൗട്ട് പ്രിക്യൂഷൻസ്, ഒരു പ്രിക്യൂഷനും ഇല്ലാണ്ട് ഇറങ്ങിയത്. പക്ഷെ ആളുടെ ജീവൻ മരണം സംഭവിച്ചോന്നോ ഒന്നും ഒരു ഉറപ്പില്ല, നമുക്ക് ഒന്നും കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല, ആളെ കിട്ടിയില്ല. അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ സെൽഫ് പ്രിക്യൂഷൻസ് എടുത്തിട്ട് വേണം എന്തായാലും എന്ത് ചെയ്യാനായിട്ട്, ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട്. നമ്മുടെ അടുത്തുള്ള റിസോഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ ഒരു കയറാണെങ്കിൽ അടുത്തൊരു കയറ് കിടക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആൾക്ക് കയറിട്ട് കൊടുക്കാൻ നോക്കാം. ഈ കയറിട്ടിട്ട് ആൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നീളമുള്ള കയറാണെങ്കിൽ നമ്മൾ കെട്ടിയിട്ട് ഒരു മരത്തുമയോ അടുത്തുള്ള എന്തെങ്കിലും മരത്തുമ കെട്ടിയിട്ട് നമ്മൾ ചാടി ആളെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ കുറച്ചുകൂടി പ്രിക്യൂഷൻ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്താൻ, വെള്ളത്തിൽ പോകുന്ന ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളും നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ ഒത്തിരി ന്യൂസ് കാണുമ്പോൾ അത് വായിക്കാറുണ്ട്. പുഴയിൽ വീണ ആളെ രക്ഷപ്പെടുത്താൻ പോയ ആള് മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുക്കളയിലൊക്കെ കുക്ക് ചെയ്യുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും അല്ലെ. എപ്പോഴെങ്കിലും പൊള്ളലൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, ചെറുതായിട്ട് ചെറിയ നമ്മളെന്താ ചെയ്യുക, ചെറിയ ബേൺസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ചെറിയ പൊള്ളലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, വേഗം പോയിട്ട് കൈ
ഓയിൽമെന്റ് തേക്കാറുണ്ട് കൈ പൊള്ളിന്റെ കഴുകും, ഓയിൽ. വേഗം പച്ചവെള്ളത്തിൽ കൈ കഴുകും, അല്ലെങ്കിൽ പിന്നെ പേസ്റ്റ് കഴുകി തേക്കും. ഒരു ഇതിൽ വരാം. ഒരാള് ഓയിൽമെന്റ് പറ്റാറുണ്ട്, ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് പറ്റാറുണ്ട്, മറ്റൊരാള്. റോഷൻ എന്താ ചെയ്യാറ്? ഞാൻ ആദ്യം ഐസ് വെള്ളം വെച്ചിട്ട് പിന്നെ ഇത് തേൻ പുരട്ടും. എനിക്ക് നേരത്തെ പൊള്ളിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ ഞാൻ അരി വാർത്തോണ്ടിരുന്നപ്പം എന്റെ കാലിന്റെ തൊടഭാഗം മൊത്തത്തില് ഈ വയറിന്റെ അത് കുറച്ച് തൊടഭാഗം മൊത്തം ഇങ്ങനെ വീണു. അങ്ങനെ മൊത്തം പൊള്ളി. അങ്ങനെ അമ്മാവിയമ്മ ഞാനും മാത്രമേ ഉള്ളൂ. അമ്മാവി കുളിച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളമായിരുന്നു വീണത്. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം നല്ല ട്രീറ്റ്മെന്റിലേക്ക്. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ഉമ്മ വന്ന് തേനെല്ലാം പുരട്ടി തന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട്, പിന്നെ അവിടുന്ന് പിന്നെ മരുന്ന് തന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങനെ ചൊല്ലി വന്നു. പിന്നെ കുറെ ദിവസം റെസ്റ്റ് ആയിരുന്നു. റെസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴും അതിന്റെ പാട് മാറിയിട്ടില്ല. തൊലി ചെറുതായിട്ട് കിളിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ അങ്ങനെ തേൻ പുരട്ടിയിട്ടുണ്ട്. അടുത്ത് നടന്ന സംഭവമാണോ? ഇപ്പൊ ഒരു 6 മാസത്തോളം ആയി കാണത്തുള്ളായിരിക്കും. ആണല്ലേ. പെട്ടെന്നായിരുന്നില്ല, തിളച്ച വെള്ളം പെട്ടെന്ന് ഇങ്ങനെ ജഗ്ഗിലോട്ട് ഇങ്ങനെ ഒഴിച്ചപ്പോഴത്തേക്ക് ജഗ്ഗ് തെറിച്ച് വീണു. അങ്ങനെ ദേഹം മൊത്തം വീണു. ഞാൻ താഴെ വീണു. അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇതായിപ്പോയി. അത് അടുപ്പിൽ നിന്ന് ഒഴിച്ച വെള്ളമായിപ്പോയി. തീ കിടക്കുന്ന അടുപ്പിൽ നിന്നായിരുന്നു ഒഴിച്ചത്. അപ്പൊ അത്രയ്ക്ക് അങ്ങ് ഇതായിപ്പോയി. എന്താ ചെയ്യണമെന്നറിയാം. ദേഹം എല്ലാം നനഞ്ഞു. തുണി അന്ന് പോളിസ്റ്റർ തുണിയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അതിനകത്തിലോട്ട് തുണി അതിനകത്ത് ഒട്ടി. അപ്പൊ ഉമ്മ പിന്നെ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ഉമ്മ പറഞ്ഞു തേൻ പുരട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളായിരുന്നു. ഹസ്ബൻഡ് പുറത്ത് പോയേക്കുമായിരുന്നു. പിന്നെ വന്ന് എന്തായാലും തേൻ കുറെ പുരട്ടിയപ്പോഴത്തേക്ക് ഒരുപാട് ചൊള്ളിയില്ല, കുറച്ച് ഭാഗമൊക്കെ. പിന്നെ തൊലി മൊത്തം ഇളകിയതിന് ശേഷമാ പിന്നെ ഇതായത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് അങ്ങ് ഹോസ്പിറ്റലിൽ പേടി. കൊണ്ടുപോയോ? ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ പിന്നെ മരുന്നൊക്കെ തന്നു. അപ്പൊ നമുക്ക് അവിടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് പറയാനല്ലേ പറ്റും. തൊടയുടെ ആ ഒരു ഭാഗമായതുകൊണ്ട് നമുക്ക് ഇല്ല ഡ്രസ്സൊക്കെ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പിന്നെ ഉമ്മയുടെ നൈറ്റി അതെല്ലാം ഇട്ടോണ്ട് അങ്ങനെ ആ ഒരു ഇതായിരുന്നു. കുറച്ച് ദിവസം പുറത്തോട്ടൊന്നും ഇറങ്ങാതെ നമുക്ക് നടക്കാനോ. അപ്പൊ ഇത് ഒട്ടുമ്പം ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇതിന്റെ തൊലി ഇളകുന്ന ആ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്കങ്ങ് പേടിയായിരുന്നു. ഇപ്പോഴും ആ പാട് കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ഇത് അന്നത്തെ ആ ഒരു സംഭവം ഓർക്കുമ്പോൾ ഇപ്പം പേടിയാ. അതുകൊണ്ട് ഇപ്പൊ വെള്ളം എല്ലാം പതുക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടേ ഇപ്പൊ ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പൊ നല്ല ശ്രദ്ധയാ. ഓക്കെയാണ്. കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ. അപ്പൊ കഴിഞ്ഞ ദിവസം വിഷുവിന്, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെ മോൻ ഇതേപോലെ പൊള്ളലി. ആള് കുട്ടികൾ ഹസ്ബൻഡും കുറച്ചും കൂടി പടക്കം പൊട്ടിക്കായിരുന്നു. നമ്മളറിയാലോ വിഷുവൊക്കെ ആണ്. ഭയങ്കരമായിട്ട് പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടിക്കും. ഭയങ്കര ഇതാണ്. അപ്പൊ ഭയങ്കരമായിട്ട് 15% ദേഹം പൊള്ളിയെന്നാ പറയുന്നത്. കാരണം കുട്ടിയുടെ കയ്യിൽ ഇരുന്നിട്ട് അച്ഛൻ പടക്കം പൊട്ടിക്കാൻ വേണ്ടിട്ട് എന്തോ തരത്തിലാണ് മാറിയപ്പോ കുട്ടി എന്ത് ചെയ്തു, അത്യാവശ്യം വലിയ പടക്കം എടുത്തിട്ട് ഒലപ്പടക്കം അങ്ങനെ എന്തോന്ന് തോന്നെടുത്ത് അതെടുത്ത് കത്തിക്കാനായിട്ട് നോക്കി. കത്തിക്കണത് കണ്ട് ഓടി വന്നപ്പോഴേക്കും അത് പൊട്ടാണ് ചെയ്തത്. അപ്പൊ അത് കുട്ടിക്ക് അറിഞ്ഞൂടാ അത് ഒരെണ്ണമാണ് എടുക്കേണ്ടത്, എത്ര എണ്ണമാണ് എടുക്കേണ്ടത് ഒന്നും അറിഞ്ഞൂടാ. കുട്ടി അത് ചെയ്തു. പക്ഷെ ഭയങ്കര അത് നമുക്ക് കുട്ടികളാണ്, കൂടുതൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. നമ്മളുടെ കാര്യത്തിൽ അതേ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. ഇപ്പൊ റോഷനയുടെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ചെറിയ ബേൺസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തേൻ, അതേപോലെ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്, പിന്നെന്താണ് അലോവേറ ജെല്ലൊക്കെ പറ്റിക്കഴിഞ്ഞാല് മാറും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ ബേൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? മാഡം എനിക്ക് പൊള്ളലിന് എണ്ണ കാച്ചാൻ അറിയാം. എന്തെണ്ണ? വെളിച്ചെണ്ണ? അല്ല, ഒരു ഒറ്റമൂലിയാണ്. അങ്ങനെ കാച്ചി കൊടുക്കാറുണ്ട്. ആരെങ്കിലും ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ ചെയ്യാറുണ്ട്. മോൻ ചെയ്യാറുണ്ട്? നമ്മുടെ ഡെഡായ സ്കിന്ന് പോയിട്ട് പുതിയതായിട്ട് സ്കിൻ അവിടെ വരും. ഓക്കെ റോഷന, ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോട്ടാ. പരീക്ഷിക്കാം. ഞാൻ പെട്ടെന്ന് കോൾഗേറ്റ് തട്ടും. കോൾഗേറ്റ് പക്ഷെ കോൾഗേറ്റ് പറ്റാൻ പാടില്ല. പൊള്ളും. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ കോൾഗേറ്റ് പറ്റി കഴിഞ്ഞാൽ കോളേറ്റ് പെട്ടെന്ന്. അപ്പൊ നമ്മള് മാക്സിമം കോൾഗേറ്റ് അങ്ങനെ പരത്തിയെടുത്തിട്ടാ. അപ്പൊ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ബേൺസിന് എന്താ നല്ലത് അല്ലെങ്കിൽ ചീത്ത നോക്കിക്കഴിഞ്ഞാൽ കോൾഗേറ്റ് പേസ്റ്റ് ഒന്നും പറ്റാൻ പാടില്ല എന്നേ കാണുള്ളൂ. അത് പറ്റാൻ പാടില്ല. ഡോക്ടർമാരൊക്കെ നമ്മളിപ്പോ ചെറിയൊരു പൊള്ളല അല്ലെങ്കിൽ അത്യാവശ്യം വലിയ പൊള്ളലൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ പേസ്റ്റ് പരത്തി എന്ന് പറഞ്ഞാൽ നമ്മളോട് വഴക്കാ പറയാറ്. കാരണം പരത്താൻ പാടില്ല എന്ന് പറയും.
ഓക്കെ. പിന്നെ ഞങ്ങളുടെ ബെർണോൾ എന്ന് പറഞ്ഞൊരു ഓയിൽമെന്റ് ഉണ്ട്, ബെർണോള്. ഓക്കെ. നമ്മൾ ഫസ്റ്റ് എയ്ഡില് ഇതേപോലത്തെ ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള ബേൺസിനുള്ള ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഭൂരിഭാഗം ആൾക്കാരും ഈ ചെറിയ നമ്മൾ വീട്ടിലൊക്കെ ജോലി ചെയ്യും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കൊള്ളാതിരിക്കില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ഒരു ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്റെ കയ്യിലുണ്ട് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്, ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ. കാരണം കറക്റ്റ് ആയിട്ട് ഞാൻ ഫ്രിഡ്ജിന്റെ അടുത്ത് തന്നെ വെച്ചിരിക്കണേ. അടുക്കളയിലായിരിക്കും എപ്പോഴും പൊള്ളലേക്കുന്നത്. വേഗം ചെന്ന് പറ്റാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കാം. എന്നാലും പൊള്ളലേക്കും അവിടെ ചെറുതായിരിക്കും. പക്ഷെ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് പറ്റാണെങ്കിൽ ഇതേപോലെ കൊമളയ്ക്ക അങ്ങനെ അതേപോലെ പൊള്ള അങ്ങനെ അധികം കുറവായിരിക്കും. ആ ഒരു പ്രശ്നത്തിന്റെ തോത് കുറവായിരിക്കും. ഓക്കെ. ഈ ബേൺസ് ആരാ വായിക്കുന്നേ? ഒരാൾ റീഡ് ചെയ്യുമോ? ഞാൻ റീഡ് ചെയ്യാം മാം. നിത്യ വായിച്ചോടാ. Burns and scalds. A person may get burns by fire, a piece of metal, or by current. Sometimes the burns are caused by boiled water, milk, etc. Then it is called scalds. The burn place should be saturated by clean water. If the patient has collapsed, try to bring him to the senses. Antiseptic ointment to burns should be applied. Coconut oil and clean water are also helpful in site burnings. If the burn is serious, medical care is to be given. The first aider should be careful in detecting the nature of temporary treatment to be operated to the patient. He or she should have. ബേൺസ് സ്കെയിൽ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ബേൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചൂടുള്ള എന്തെങ്കിലും പീസ് ഓഫ് മെറ്റൽസോ കറന്റിൽ നിന്നൊക്കെ കിട്ടുന്ന പൊള്ളലിനെയാണ് ബേൺസ് എന്ന് പറയുന്നത്. ബേൺസിന്റെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ റോഷനിക്ക് തിളച്ച വെള്ളം മേത്തേക്ക് വീഴില്ല, അപ്പൊ അത് സ്കെയിൽഡ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൂടുവെള്ളം വീഴുക, അല്ലെങ്കിൽ ചൂട് മിൽക്ക് മേത്തേക്ക് വീഴുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്കെയിൽ സംഭവിക്കുന്നത്. എന്റെ ചെറുപ്പത്തിൽ നിന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ. ഞാൻ എന്റെ കല്യാണത്തിന് മുമ്പ് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഞാൻ കഞ്ഞി വാർക്കുന്ന സമയത്ത് തിളച്ച തന്നെയാണ് അതെടുത്ത് നമ്മൾ വാർത്ത് വെക്കുമല്ലോ. അപ്പൊ വാർത്ത് വെക്കായിരുന്നു. പെട്ടെന്നായിരുന്നു ആ കഞ്ഞി തെറ്റി ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വീണു. കഞ്ഞിയും വീണു, വെള്ളവും കൂടി എന്റെ കാലുമേലേക്ക് വീണു. അപ്പൊ ഒരു കാലം ശരിക്കും പൊള്ളി, പെട്ടെന്ന് പൊള്ളിയത്. വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ടമ്മിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അനിയത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ കറക്റ്റ് സമയത്ത് 5 കാലം ചൂടുവെള്ളം വീണു. ഞാൻ വേഗം വിളിച്ചു പറഞ്ഞിട്ട് അവൾ വേഗം കൊണ്ടുവന്ന് ഒത്തിരി പച്ചവെള്ളം ഒഴിച്ചു. അപ്പൊ തന്നെ വീട്ടില് ഞങ്ങള് കുറച്ച് ഒരു ടൈപ്പ് ഓഫ് നെയ്യ് എടുത്ത് മാറ്റി വെക്കും. കുക്ക് ചെയ്യുമ്പോൾ പോർക്കിന് നെയ്യ് എടുത്ത് മാറ്റി വെക്കാറുണ്ട്. പോർക്കിന്റെ നെയ്യ് അമ്മ എടുത്ത് വെക്കാറ്. ഇങ്ങനെ പൊള്ളി കഴിഞ്ഞാൽ പറ്റാനാണെന്ന് പറഞ്ഞിട്ട് പോർക്കിന്റെ നെയ്യ് എടുത്ത് മാറ്റി വെക്കും. അപ്പൊ തന്നെ അവള് നെയ്യ് കൊടുത്തു. ഞാൻ വേഗം മേഡം അതുപോലെ ചിക്കൻ മേടിക്കുമ്പോ ഒരു നെയ്യ് കിട്ടില്ല അല്ലേ? അതും എടുത്ത് മാറ്റി ഉരുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നെയ്യും പറ്റാൻ പറ്റും. അപ്പൊ ഞങ്ങള് പോർക്കിന്റെ നെയ്യ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അമ്മ കറക്റ്റ് ആയിട്ട് വെക്കും. ഞങ്ങള് വെച്ചപ്പോ ഞാൻ വേഗം കൊടുത്തത് പറ്റി. ഇല്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും മുമ്പ് ശരിക്കും പറഞ്ഞ കാല് ഫുള്ളും കൊള്ളേണ്ടതായിരുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്ന് പറ്റിയതുകൊണ്ടും ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു. കാരണം ചൂടുവെള്ളം വീഴുകയും ചെയ്തു. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ല. പക്ഷെ അനിയത്തി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ആള്, എന്നെക്കാൾ ഒത്തിരി ഇളയതാണ്. അപ്പൊ അവള് കറക്റ്റ് ആയിട്ട് വെള്ളം കൊണ്ടുവന്ന് കാലും ഒഴിക്കണു, വേഗം ഈ ഓയിൽമെന്റ് കൊണ്ടുവന്ന് പറ്റായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് നീറ്റിലും ഇതും കൊണ്ട് ഞാൻ പെട്ടെന്ന് കൊളാപ്സ് ആയി പോകും. പെട്ടെന്ന് നമ്മൾ ആ ഷോപ്പിലേക്ക് പോകും. ആള് കൊളാപ്സ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ആ ഒരു ഫസ്റ്റ് എയ്ഡ് പ്രോപ്പർ ആയിട്ട് കൊടുക്കാനായിട്ട് നോക്കുക നമ്മൾ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ആണെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ നമുക്ക് ശ്രദ്ധ മെയിൻ ആയിട്ട് വേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. ആക്സിഡൻസ് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. ദ ബേൺ പ്ലേസ് ഷുഡ് ബി സാച്ചുറേറ്റഡ് ബൈ ക്ലീൻ വാട്ടർ. നല്ല ക്ലീൻ വാട്ടർ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മുടെ പേഷ്യന്റ് കൊളാപ്സ് ആവാതിരിക്കാൻ ശ്രമിക്കുക. ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് പരത്തുന്നത് നല്ലതായിരിക്കും. കോക്കനട്ട് ഓയിലും ക്ലീൻ വാട്ടറും ചെറിയ ബേൺസിനൊക്കെ നല്ലതാണ്. ഈ ബേൺസ് കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് നോക്കും. ഞാൻ പറഞ്ഞില്ലേ ബസ്സിന്റെ കുട്ടി കഴിഞ്ഞ ദിവസം പടക്കം പൊട്ടിയിട്ട് പൊള്ളിന്ന് പറഞ്ഞല്ലോ, അത് 15% പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു ആ കുട്ടി. ഇപ്പൊ രാജഗിരി, ഞങ്ങളുടെ അടുത്ത് രാജഗിരി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. 15% എന്ന് പറയുമ്പോൾ ഒത്തിരി പൊള്ളിയിട്ടുണ്ട്. കാരണം
ഒത്തിരി ഉള്ളിലോട്ടൊക്കെ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ കുട്ടികളെക്കാൾ ചെറിയതായിരിക്കും. നമ്മള് ആൺകുട്ടികളുടെ അടുത്തൊന്നും ഇതേപോലെ പടക്കങ്ങൾ പൊട്ടിക്കുകയാണെങ്കിൽ കുറച്ച് പ്രിക്കോഷൻസ് കൊടുക്കാം. അതേപോലെ ഒത്തിരി റിസ്ക് ഉള്ള മെറ്റീരിയൽസ് ഒന്നും അവർക്ക് കൊടുക്കാതിരിക്കുക. നമ്മളത് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ആക്സിഡൻസ് പരിധിവരെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനൊക്കെ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആള്, ഫസ്റ്റ് എയ്ഡർ ഷുഡ് ബി കെയർഫുൾ ഇൻ ഡിഫെക്റ്റിംഗ് ദ നേച്ചർ ഓഫ് ടെമ്പററി ട്രീറ്റ്മെന്റ് ടു ബി ഓപ്പറേറ്റഡ് ടു ദ പേഷ്യന്റ്. നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന ടെമ്പററി ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് അറിവുള്ള ആളായിരിക്കണം ആര് ഫസ്റ്റ് എയ്ഡർ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ആക്സിഡന്റ് സംഭവിക്കുമ്പോഴും എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് പറയാം അല്ലെ. നമ്മുടെ ടീച്ചേഴ്സിന് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ ടീച്ചേഴ്സിനും അറിയാം. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഫ്രണ്ടിൽ വരാണെങ്കിൽ, നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഇല്ലേ? ഇല്ലേ? ഉണ്ട് മാം. ഓക്കെ. He and she should have some essential qualities. അപ്പൊ നല്ലൊരു ഫസ്റ്റ് എയ്ഡർ ആവാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന ക്വാളിറ്റീസ് വേണം. കമ്പാഷൻ, ജെന്റിൽനെസ്, പവർ ഓഫ് കൺക്ലൂഷൻ, റിസോഴ്സ്, നല്ല ധൈര്യം വേണം, നല്ല രീതിയിൽ കൺക്ലൂഷനിൽ എത്തണം, പെട്ടെന്ന് കൺക്ലൂഷൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം. റിസോഴ്സ്ഫുൾനെസ്, നമ്മുടെ അടുത്തുള്ള റിസോഴ്സ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഓൾട്ടർനെസ്, ഇതൊക്കെ വേണം. ആൻഡ് ഹി ഓർ ഷീ ഷുഡ് വെരി എഫിഷ്യന്റ് ആൻഡ് ക്വിക്ക് ടു റെൻഡർ ഹെൽപ്പ് ടു ദ വിക്ടിം. എന്നുള്ളത് ആ ആക്സിഡന്റ് പറ്റിയ ആൾക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് കൊടുക്കണം, ആ വിക്ടിമിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, ഫസ്റ്റ് എയ്ഡർ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ് ആണ്. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, ഒരു സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ഉള്ളത് പറഞ്ഞു. പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത്, ബ്ലീഡിങ്ങിന്റെ സമയത്ത് ഏത് ഫസ്റ്റ് എയ്ഡ് ആണ്, സ്നേക്ക് ബീറ്റിംഗിന്റെ സിറ്റുവേഷനിൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് സ്നേക്ക് ആണ് ബീറ്റ് ചെയ്തതെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു. പിന്നെ ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് സ്റ്റേജസ് ബൈ സ്റ്റേജസ് ആയിട്ട് പറഞ്ഞു. പിന്നെ പൊള്ളലേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോ പൊള്ളല് കൂടുതലാണെങ്കിൽ, ഭയങ്കരമായിട്ട് സീരിയസ് ആണ് ബേണെങ്കിൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ എയ്ഡ് എടുക്കണം എന്നുള്ളത് വരെ നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ യൂണിറ്റ് 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 4ന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയോ? കിട്ടി മാം. അപ്പൊ യൂണിറ്റ് 5ന്റെ ഞാൻ മോക്ക് ടെസ്റ്റ് ഇടാൻ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ മാം. അപ്പോ ഇന്ന് ഇത്രയുമാണ് ക്ലാസ്സിൽ പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും. ബാക്കി ടീച്ചേഴ്സ് ഒക്കെ എവിടെ എടുക്കണേന്ന് അറിയോ? യൂണിറ്റ് 7 എടുക്കുന്നുണ്ട്. ചൈൽഡ് കെയർ എടുക്കുന്നുണ്ട്, വാക്സിൻസിന്റെ ഒക്കെ ചാപ്റ്റർ. അശ്വതി മിസ്റ്റർ യെസ് മാം. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ജസ്റ്റിസിൽ എടുത്തോ? ഇല്ല. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ കുഴപ്പമില്ല. ഞാൻ ടീച്ചറിനോട് ഡിസ്കസ് ചെയ്തോളാം കേട്ടോ. അപ്പൊ ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നത്? എത്തണ്ടില്ല അല്ലെ? ഓക്കെ കേട്ടോ, നമുക്കത് ക്ലാസ് എടുത്തോളൂ കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഈ പാർട്ടിലെ പോർഷൻസ് തീർന്നിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പാർട്ടിലേക്ക് മൂവ് ആവും കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പോ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? പറഞ്ഞോ സ്നേഹ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ചോദിക്കട്ടെ? ചോദിച്ചോടാ. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണേ. ഉപയോഗത്തിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം എന്താ? ഉപയോഗത്തിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം. എഗ്ഗാണോ? എഗ്ഗായിരുന്നു. ഓക്കേടാ. മിസ്സേ, എനിക്ക് ക്ലാസ്സിനെ കുറിച്ച് പറയാൻ കുറച്ച് ക്ലാസ് മിസ്സായി പോയേ. നെറ്റ്വർക്ക് കണക്ഷൻ കാരണം എനിക്ക് കുറച്ച് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിനെ സമ്മറി പറയാത്തത്. ഓക്കേടാ. അപ്പോ താങ്ക് യു. എല്ലാവരും ഒന്ന് റെക്കോർഡ് ക്ലാസ് ഒക്കെ ഒന്ന് കാണണം എല്ലാവരും. ശരി. ക്ലാസ് മിസ്സാവുന്നവര് റെക്കോർഡ് ക്ലാസ് കാണണം. പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ നോക്കുക, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്.
നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് പാർട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.